Hello people, it's me Pauline and welcome back to my YouTube channel Spring Arts. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ഹോം ഡെക്കോർ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഒട്ടും കാത്തിരിക്കേണ്ട, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ ഒരു ബോട്ടിലാണ്. ഞാനിവിടെ വൈറ്റ് ബേസ് കോട്ടൊക്കെ അടിച്ചെടുത്തിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത് നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ ഫാബ്രിക് പെയിൻ്റാണ്, ബ്ലാക്കും വൈറ്റും. അതെന്തിനാന്ന് വെച്ചാൽ ഒരു ഗ്രേ കളർ ഷെയ്ഡ് വേണം നമുക്ക്. ഈ ഒരു ബോട്ടിലിൻ്റെ വൈറ്റ് ബേസ് കോട്ടിൻ്റെ മേളിൽ നമുക്ക് ഗ്രേ കളർ ഷെയ്ഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വൈറ്റും ബ്ലാക്കും ഫാബ്രിക് പെയിൻറ് എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വൈറ്റ് ഞാൻ ഫസ്റ്റ് ഇവിടെ മിക്സ് ചെയ്തപ്പോൾ നല്ല ഡാർക്കായിട്ടുള്ള ഒരു ഗ്രേ കളർ ഷെയ്ഡാണ് കിട്ടിയത്. എനിക്ക് അത്ര ഡാർക്ക് വേണ്ട, നല്ല ലൈറ്റായിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ കുറേ വൈറ്റ് പെയിൻ്റൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ചെറിയ ഒരു ഗ്രേ കളർ ഷെയ്ഡ് കിട്ടിയത് കേട്ടോ. അങ്ങനെ ഞാൻ ഗ്രേ കളർ ഷെയ്ഡ് ചെയ്തെടുത്തു കേട്ടോ. ബ്ലാക്കും വൈറ്റും ഫാബ്രിക് പെയിൻറ്റും യൂസ് ചെയ്തിട്ട് ഞാൻ ഗ്രേ കളർ ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡെക്കോ പേജിൻ്റെ ഒരു എഡ്ജ് കണ്ടില്ലേ, ആ ഒരു ഷെയ്ഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്രയും ലൈറ്റ് ആക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന അത്രയും ലൈറ്റ് ഞാൻ ഗ്രേ കളർ ഷെയ്ഡായിട്ട് ഞാൻ കൊടുത്തു. ഇനി ഈ ഒരു പെയിൻറ്റ് നമ്മൾ സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ബോട്ടിൽ അപ്ലൈ ചെയ്യുന്നത്. ചെറിയൊരു പീസ് സ്പോഞ്ച് മതി, വലിയ പീസൊന്നും വേണ്ട, ചെറിയൊരു പീസ് സ്പോഞ്ച് മതി കേട്ടോ. അങ്ങനെ ഞാൻ ഗ്രേ കളർ ഷെയ്ഡ് എല്ലാം ചെയ്തെടുത്ത് നല്ല ഡ്രൈ ആക്കിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചത്. ഇനി നമുക്ക് നമ്മുടെ ഡെക്കോപ്പേജ് ടിഷ്യൂ എടുക്കാം. അപ്പോൾ ഡെക്കോപ്പേജ് ടിഷ്യൂവിൻ്റെയും ആ ഒരു ബോട്ടിലിൻ്റെയും കളർ ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ ഇതിൽ 4 സ്ക്വയറായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സ്ക്വയർ നമുക്ക് മതി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു എഡ്ജ് കട്ട് ചെയ്തെടുക്കുന്നത്. സിസർ വെച്ച് കട്ട് ചെയ്തെടുത്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നല്ല ഷാർപ്പായിട്ടുള്ള എഡ്ജായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് ഷാർപ്പായിട്ടുള്ള എഡ്ജൊന്നും എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ വെള്ളം യൂസ് ചെയ്തിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് വേറൊരു പേപ്പർ ഉണ്ടാവും. ആ ഒരു പേപ്പർ ഞാൻ എടുത്ത് കളയുവാണ് കേട്ടോ. നമുക്ക് ബോട്ടിൽ എത്രമാത്രമാണ് നമുക്ക് ഈ ഒരു ഡെക്കോപ്പേജ് ടിഷ്യൂ ഒട്ടിക്കാൻ വേണ്ടത് അത്രയും മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ കട്ട് ചെയ്ത് കളയുവാണ്. ഞാൻ ഫസ്റ്റ് ഇവിടെ 2 സ്ക്വയറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ ബോട്ടിൽ നോക്കിയപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ആവശ്യം മാത്രമേ വന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് തന്നെ ആ ഒരു വെള്ളം വച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ബോട്ടിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഞാനിവിടെ മോഡ് പോഡ്ജും അതേപോലെ തന്നെ ഫ്ലാറ്റായിട്ടുള്ളൊരു ബ്രഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഫ്ലാറ്റായിട്ടുള്ള ബ്രഷിൽ കുറച്ച് മോഡ് പോഡ്ജ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലേറ്റിലോ എന്തെങ്കിലും മോഡ് പോഡ്ജ് ചെറുതായിട്ട് വെച്ചിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് അതെടുത്ത് ബോട്ടിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മേലിൽ നമ്മുടെ ഡെക്കോപ്പേജ് ടിഷ്യൂ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിറകിലായിട്ട് വേറൊരു പേപ്പർ ഉണ്ട്. എൻ്റെ കയ്യിൽ
ഒരു പേപ്പറേ അതിലുണ്ടായിരുന്നുള്ളൂ. ചിലതിൽ 2 പേപ്പേഴ്സൊക്കെ ഉണ്ടാകുന്നതുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഒരു ബബിൾസ് പോലത്തെ ഓരോ ടൈപ്പ്, അത് നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ബബിൾ പോലെയൊക്കെ വരും. അതൊന്നും വരാതെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഡ്രൈ ആയിട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കിതിലൊരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് മിസ് ചെയ്തായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഡെക്കോപ്പേജ് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഗ്രേ കളർ തന്നെ നമ്മൾ സൈഡിൽ ഡെക്കോപ്പേജിൻ്റെ സൈഡിലായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നല്ല അറ്റാച്ച്ഡ് ആയിട്ട് അത് നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്തത് പറയുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ബോട്ടിൽ ആർട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത് വേണ്ടതെന്ന് വെച്ചാൽ ഒരു റെഡ് റിബണാണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഒരു റെഡ് റിബണാണ്. അത് നമ്മളുടെ ബോട്ടിലിൻ്റെ മേലിലൊരു ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റെഡ് റിബൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ മേലിൽ വയ്ക്കുന്ന ആ ഒരു റിബൺ ഞാൻ വേറൊരു രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇതിൻ്റെ പിറകെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എത്ര സൈസാണ് നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ മേലിൽ ഉള്ള റിബൺ വേണ്ടത് അത്രയും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ഒരു സൂചിയിൽ ബ്ലാക്ക് കളർ നൂല് കുത്തിയെടുത്തിട്ട് ഞാനിവിടെ സിക്സാഗായിട്ട് കുത്തിയെടുത്ത് ഞാനിവിടെ കെട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു മെത്തേഡിലാണ് മിക്കതിനും ചെയ്യുന്നത്. പക്ഷെ ഞാൻ വീഡിയോ കൂടുതൽ ലെങ്ത് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോർമലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ വാല് 2 വാല് നിൽക്കത്തില്ല, ആ ഒരു വാല് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു നല്ല നീളമുള്ള ഒരു റിബൺ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മളിതിൻ്റെ സൈഡിൽ കൂടെ കെട്ടിക്കൊടുക്കാം. എന്നുവെച്ചാൽ ഈ കെട്ട് നമ്മുടെ റിബണിൻ്റെ താഴെ വരെ അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ വരത്തൊക്കെ ആയിട്ട് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്രയാണോ ആ വാല് വേണ്ട അത്രത്തോളം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ റിബൺ നമ്മുടെ നോർമലായിട്ട് ബോട്ടിൽ വയ്ക്കുന്ന റിബൺ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്ത് അതിൻ്റെ എൻഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ കട്ട് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ബോട്ടിലിൻ്റെ മേലിൽ വയ്ക്കുന്ന അതിൻ്റെ ജോയിൻറ്റിലായിട്ട് വയ്ക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മേലിൽ തന്നെ വയ്ക്കാമെന്ന് കരുതിയിട്ട് അതിൻ്റെ മേലിൽ ഞാനൊരു റിബണിട്ട് കെട്ടി ഒരു നോട്ടിട്ട് അത് ഞാൻ കട്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റിബൺ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫെവിക്വിക്ക് വെച്ചിട്ടാണ് ഞാനിവിടെ ഒട്ടിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഗ്ലൂ ഗൺ വെച്ച് യൂസ് ചെയ്യാം, ഫെവിക്വിക്ക് യൂസ് ചെയ്യാം. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഫെവിക്വിക്കാണ് കേട്ടോ. സോ ഫൈനലി നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാട്ടോ. എന്നാൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ മറ്റൊരു കിടക്കാഴ്ച വീഡിയോ വരുന്നതുവരെ ബൈ.